ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാതെയാണ് ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലാംഗ്വേജ് ആണോ കൊടുത്തത് ആ ഒരു ലാംഗ്വേജിൽ അവർക്ക് അത് കേൾക്കാൻ സാധിക്കും. വ്യൂവേഴ്സിന് അവർക്ക് ഡിസൈഡ് ചെയ്യാം അവർക്ക് ഏത് ലാംഗ്വേജിൽ ഈ വീഡിയോ കാണണം. 2026 യൂട്യൂബിന്റെ ഈ പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിഞ്ഞവരാണോ നിങ്ങൾ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. യൂട്യൂബിലെ ബിഗിനേഴ്സ് പലരും ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാതെയാണ് ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും യൂട്യൂബ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ എന്തൊക്കെയാണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൽ മെയിനായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഓട്ടോ ഡബ്ബിംഗ് കസ്റ്റമൈസേഷൻ. ഇതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മള് ഒരു ലാംഗ്വേജിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഏതോ ഒരു ലാംഗ്വേജിൽ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്തു, പക്ഷെ അത് ഓഡിയൻസിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ അവരത് ഇംഗ്ലീഷിലേക്ക് ആയിരിക്കും കേൾക്കുന്നത്. ഇത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ മലയാളം വ്യൂവേഴ്സിന് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർ ഇംഗ്ലീഷിൽ കാണാനല്ല താല്പര്യപ്പെടുന്നത്, മലയാളത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ഓട്ടോ ഡബ്ബിങ് ഇനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതെന്താവും, നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ലാംഗ്വേജിലേക്ക്, അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആയി പോകും. ഇത് നമുക്ക് ഗ്രൂപ്പിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ മലയാളത്തിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ കാണുമ്പോൾ പറയുന്നു അത് നമുക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത്, അതിങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കുറേ വ്യൂസ് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓട്ടോ ഡബ്ബിങ് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഈ ഒരു അപ്ഡേറ്റ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയും കാലം പ്രൈമറി ലാംഗ്വേജ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയായിട്ട് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇനി നമുക്ക് നമ്മുടെ പ്രൈമറി ലാംഗ്വേജ് മാറ്റി വെക്കാൻ പറ്റും. അതായത് ഓട്ടോ ഡബ്ബിംഗ് ഇനാബിൾ ചെയ്തിട്ട് ഓട്ടോ ഡബ്ബിങ്ങിൽ വേറൊരു ലാംഗ്വേജിൽ പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ള വ്യൂവേഴ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഏത് ലാംഗ്വേജിൽ ആ വ്യൂവേഴ്സ് കേൾക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്, അത് ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ മലയാളം തന്നെയാണ് കേൾക്കേണ്ടതെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് നമുക്ക് മലയാളം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം. അല്ല നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്തു, അപ്പൊ ഇംഗ്ലീഷിൽ ഉള്ളവർക്ക് ഇംഗ്ലീഷിൽ അത് കേൾക്കണം എന്നാണ് നമ്മുടെ താല്പര്യമെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പ്രൈമറി ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ആ വീഡിയോ എത്തുന്ന സമയത്ത് നമ്മൾ ഏത് പ്രൈമറി ലാംഗ്വേജ് ആണോ കൊടുത്തത് ആ ഒരു ലാംഗ്വേജിൽ അവർക്കത് കേൾക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ കാണുന്ന വ്യൂവേഴ്സിന് അവർക്ക് ഡിസൈഡ് ചെയ്യാം അവർക്ക് ഏത് ലാംഗ്വേജിൽ ഈ വീഡിയോ കാണണം എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യും. അപ്പം നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള ഒരാൾക്ക് അത് ചിലപ്പം ഹിന്ദിയിൽ കേൾക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അതെന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയിട്ട് ലാംഗ്വേജ് മാറ്റിയിട്ട് അവർക്ക് ഏത് ഭാഷയാണോ കേൾക്കേണ്ടത് ആ ഒരു ഭാഷ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുവഴി നമ്മൾക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ കൗണ്ട് കൂടി കൂട്ടാൻ സാധിക്കും. മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇംഗ്ലീഷ് വ്യൂവേഴ്സിന് അത് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. സോ ഇത് നമ്മുടെ വ്യൂസ് കൂട്ടാനും കൂടി സഹായിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ് YT ക്രിയേറ്റർ. ഇത് മുന്നേ ഒക്കെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു YT ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. ഇതിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷെ അത് ഐഫോൺ യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഐഫോൺ യൂസേഴ്സിന് കൂടി ഈ YT ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കമന്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ. അതായത് നമ്മളുടെ വീഡിയോസിന് വന്നിട്ട് മോശം രീതിയിൽ കമന്റ് ഇടുന്നവർക്കൊക്കെ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും വേർഡ്സ്, ഇന്ന വേർഡ്സ് ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലുള്ള തെറി വിളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോസിൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കാം. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു മെസ്സേജ് പോകും. അതായത് ഇങ്ങനത്തെ വേർഡ്സോ കാര്യങ്ങളോ ഇങ്ങനത്തെ സ്റ്റൈലുകളോ ഒന്നും ഈ ഒരു കമന്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ഓക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മുടെ വീഡിയോസിൽ കമന്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്നവരെ നമുക്കിനി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർക്ക് തോന്നുന്നത് പോലെ വന്നിട്ട് കമന്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് യൂട്യൂബിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഫോട്ടോസ് ഷോർട്സിൽ ആഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ഫീഡ്സിൽ നമുക്ക് ഫോട്ടോസ് കൂടി അപ് ടു 10 ഫോട്ടോസ് ഒക്കെ വരെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷോർട്സിന്റെ വ്യൂസ് കൂട്ടാനും കൂടി സാധിക്കും. അടുത്ത് പറയാനുള്ള ഒരു അപ്ഡേറ്റ് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും, നാനോ ബനാന ഓൺ യൂട്യൂബ്.
ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ നമ്മളിപ്പോൾ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഷോർട്സ് ആയിട്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലെ ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിമൂവ് ഒക്കെ ചെയ്ത് കളയണമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിച്ച് നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൽ വരുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പ്രോംപ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയ്ഡ് വിത്ത് AI എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ വരും. അടുത്ത് പറയാനുള്ള ഒരു അപ്ഡേറ്റ് ഭൂരിഭാഗം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും യൂട്യൂബിലെ ചില ബിഗിനേഴ്സിന് ഇപ്പോഴും അറിയാത്തതായിരിക്കും. അതായത് നമ്മൾക്ക് വരുന്ന കമന്റിന് നമുക്ക് വോയിസ് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കമന്റ്സ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് വോയിസ് റിപ്ലൈ കൊടുക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ വോയിസ് നമുക്ക് റിപ്ലൈ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ടൈപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഫോൺ പിടിക്കുക, ഒന്ന് വോയിസ് അയച്ചാൽ മതി. ഇത് നമ്മൾക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരിക്കൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാനും കൂടി സാധിക്കും. അപ് ടു 30 സെക്കൻഡ് വരെയാണ് ഈ ഒരു വോയിസ് നമുക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ അറിയാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി 1000 സബ്സ്ക്രൈബേഴ്സ് അതുപോലെ 4000 വാച്ച് അവർ എന്നുള്ളൊരു കടമ്പ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവാം. ഇതിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അതുപോലെ യൂട്യൂബ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.